പത്തനംതിട്ട തിരുവല്ലയിലാണ് കരോൾ സംഘത്തിന് നേരെ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. കുമ്പനാട് എക്സോഡസ് ചർച്ച് കരോൾ സംഘത്തിന് നേരെയാണ് ആക്രമണം ഉണ്ടായത്. സ്ത്രീകളടക്കം 8 പേർക്ക് പരിക്കേറ്റു എന്നാണ് റിപ്പോർട്ട്. നിങ്ങളുടെ കൈ നിങ്ങൾ ആൾക്കാരെ കൂടി ഉണ്ടാക്കല്ലോ. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ, കരോൾ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. എന്താണ് യഥാർത്ഥത്തിൽ ഉണ്ടായത്? ദിവ്യ, ക്രിസ്മസിന്റെ അന്ന് രാവിലെയും ഈ കരോൾ സംഘത്തിന് നേരെ അസഹിഷ്ണുത കാട്ടുന്ന വാർത്തകളാണ് ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നത് എന്നുള്ളത് ദുഃഖകരമാണ്. ഈ പത്തനംതിട്ടയിലെ തിരുവല്ല കൂമ്പനാടാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. കരോൾ സംഘങ്ങൾ ഈ എല്ലാ നാട്ടിലും സാധാരണയായി പാട്ടുപാടി പോകാറുള്ളതാണ്. ഈ കുമ്പനാടും ഇതേ രീതിയിലാണ് ഈ പോയത്. കുമ്പനാട് എക്സോഡസ് ചർച്ചിന്റെ കരോൾ സംഘമാണ് പോയത്. ഇതിന് നേരെ 10 അംഗ സംഘം അക്രമം അഴിച്ചുവിടുകയാണ്. ഇവർ ഈ സാമൂഹ്യ വിരുദ്ധരാണ് എന്നുള്ളതാണ് ഈ നാട്ടുകാർ പറയുന്നത്. സ്ത്രീകളടക്കം 8 പേർക്കാണ് പരിക്കേറ്റത്. ആ ദൃശ്യങ്ങൾ തന്നെ ഒരു സ്ത്രീ ഈ ആക്രമിക്കരുത് എന്ന് ഈ വളരെ കെഞ്ചുന്ന രീതിയിൽ പറയുന്നതായി നമുക്ക് കേൾക്കാം. ഇത് ഈ പുലർച്ചെയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. എന്തായാലും തിരുവല്ല പോലീസ് സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ പ്രദേശവാസികളായ സാമൂഹ്യ വിരുദ്ധരാണ് ഇതിന് പിന്നിൽ എന്നുള്ളതാണ് പറയുന്നത്. ഈ പാലക്കാട് നമുക്കറിയാം, ഈ VHPയുടെ നേതൃത്വത്തിൽ വലിയ അക്രമം അഴിച്ചുവിടുകയും സ്കൂൾ വിദ്യാർത്ഥികളെ അടക്കം സ്കൂളിൽ കയറി അക്രമം നടത്തുകയും ചെയ്തിരുന്നു. ഇത് വലിയ തോതിൽ ചർച്ചയായി നിൽക്കുന്നതിനിടെയാണ് ഇത്തരമൊരു കരോൾ സംഘത്തിന് നേരെ അക്രമം ഉണ്ടായിരിക്കുന്നത്. ഇതെന്തായാലും പോലീസ് വളരെ ഗൗരവത്തിൽ എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദിവ്യ, യെസ്, ഇപ്പോൾ ഈ പ്രതികളിൽ ആരെയെങ്കിലും സാജിദ പിടികൂടാനൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ? അതിൽ സ്ത്രീകളടക്കം അലമുറയിട്ട് കരയുന്നതൊക്കെ കാണാൻ കഴിയുന്നുണ്ട്. അവർക്ക് സാരമായ പരിക്കുണ്ടോ ഈ ആക്രമണത്തിൽ? 8 പേർക്കാണ് പരിക്കേറ്റത്. ഈ പരിക്കേറ്റവരെ ഈ തിരുവല്ലയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ആർക്കും തന്നെ ഗുരുതരമായ പരിക്കുകൾ പറ്റിയിട്ടില്ല. ഈ അക്രമം നടത്തിയവർ പിന്നീട് ഓടി രക്ഷപ്പെട്ടു എന്ന വിവരമാണ് ലഭിക്കുന്നത്. ഇവർക്കായുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. ദിവ്യ, യെസ്, ഇതിൽ പോലീസ് എത്രത്തോളം ഗൗരവത്തിലെടുക്കുന്നുണ്ട് ഈ വിഷയത്തെ? കാരണം പാലക്കാട് 2ഇടത്ത് ഈ ആക്രമണം ഉണ്ടായി. ക്രിസ്മസ് ആഘോഷങ്ങൾക്കെതിരെ ആക്രമണം ഉണ്ടായി. ഇപ്പോൾ പത്തനംതിട്ടയിലും ഉണ്ടായിരിക്കുന്നു. പോലീസ് ഇതിനെ ഏത് രീതിയിലാണ് സമീപിക്കുന്നത്? ദിവ്യ, തീർച്ചയായും സംസ്ഥാന സർക്കാരും പോലീസും ഇതിനെ വളരെ ഗൗരവത്തിൽ തന്നെയാണ് എടുക്കുന്നത്. കാരണം പാലക്കാട് നല്ലേപ്പിള്ളി സ്കൂളിൽ ഈ ക്രിസ്മസ് ആഘോഷത്തിനിടെയാണ് വിശ്വ ഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തകർ സ്കൂളിലേക്ക് കയറി വരികയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഭീഷണിപ്പെടുത്തുന്നത്. ഇതിനെതിരെ ഈ കരോൾ സംഘങ്ങളായി ഡിവൈഎഫ്ഐയും യൂത്ത് കോൺഗ്രസ് എല്ലാം തന്നെ പ്രതിഷേധിക്കുകയും ചെയ്തിരുന്നു. തൊട്ട് പിറ്റേ ദിവസമാണ് ഈ പ്രതിഷേധങ്ങളെല്ലാം നടന്നതിന് തൊട്ട് പിറ്റേ ദിവസമാണ് ഈ തത്തമംഗലം സ്കൂളിലെ, ചിറ്റൂരിലെ തത്തമംഗലം സ്കൂളിലെ ഈ പുൽക്കൂട് തകർക്കുന്നത്. ഇത്തരം വിഷയങ്ങൾ ഈ സാധാരണ കേരളത്തിൽ അത്ര കേട്ടുകേൾവി ഇല്ലാത്തതാണ്. ഇത് സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇപ്പോൾ തിരുവല്ലയിൽ ഇത്തരം കരോൾ സംഘത്തിന് നേരെ അക്രമം ഉണ്ടാകുന്നത്. ഈ തിരുവല്ല എന്നെല്ലാം പറയുന്നത് സ്ഥിരം ഈ എത്രയോ പതിറ്റാണ്ടുകളായി ഈ കരോൾ സംഘങ്ങളും പുൽക്കൂടുകളും എല്ലാം തന്നെ സർവ്വസാധാരണമായി ഉണ്ടാകുന്ന ഒരു പ്രദേശം കൂടിയാണ്. ഇവിടെയാണ്
ഇത്തരമൊരു അക്രമം ഉണ്ടായിരിക്കുന്നത്. ഇത് ബോധപൂർവം ആണ് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇതിനെ ഗൗരവമായി എടുക്കുന്നുണ്ട്. ഒരുപക്ഷെ ഈ ആളുകൾക്ക് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാം. പാലക്കാട് സംഭവത്തിൽ ജാമ്യമില്ലാതെ കേസെടുക്കുകയും ആ പ്രതികളെല്ലാം തന്നെ ഇപ്പോഴും ജയിലിൽ തുടരുകയാണ്. ദിവ്യ, യെസ്, ഇത് ബോധപൂർവമുള്ള കരുതിക്കൂട്ടിയുള്ള ആക്രമണം തന്നെയാണ് പത്തനംതിട്ടയിലും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് ഇതിനെ ഗൗരവത്തിലെടുത്തിട്ടുണ്ട്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തേക്കുമെന്നൊക്കെയാണ് അറിയുന്നത്. പത്തനംതിട്ട തിരുവല്ലയിലാണ് കരോൾ സംഘത്തിന് നേരെ ക്രിസ്മസ് ദിനത്തിൽ തന്നെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്.